ഹായ് ഗൈസ്. ഏറ്റവും കൂടുതൽ വന്നത് നമ്മള് ലവ് മാരേജ് ആണോ എന്നാണ് ശ്രദ്ധിക്കാനുണ്ട്, അല്ലെങ്കിൽ നല്ല പണി കിട്ടുന്ന നിങ്ങൾക്ക് നമ്മളെ കണ്ടിട്ട് അല്ലേ നമ്മളെ കണ്ടില്ല എത്ര തോന്നും. ഡാഡിന്റെ ആൻസർ ആണ്. ഇങ്ങനെ എവിടെന്നാ കണ്ടേ? തന്തവൈബ ഒരു 30-35 വയസ്സൊക്കെ. ലൈഫിന്റെ കൂടെ ഹാപ്പി മാരീഡ് ലൈഫ് വേണം. എന്താ എന്റെ ബേബി പ്ലാൻ? എന്നെ ഭയങ്കരമായിട്ട് സഹിക്കും. ഹായ് ഗൈസ്, ഞാൻ പറ. ഹായ് ഗൈസ്. അപ്പൊ അതാ ഇന്ന് നമ്മൾ രണ്ടാളും വീട്ടില് അത്യാവശ്യം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസം കേട്ടോ. ഇപ്പം ഫ്രീ ആണ്, പിന്നെ ഓഫാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഞങ്ങൾക്ക് അല്ലേ, വേറെ ഒരു പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച് നമ്മള് ഇൻസ്റ്റയില് നമ്മളൊരു Q&A സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ ചെയ്തോണ്ട് നമുക്കൊരു Q&A സെക്ഷൻ ഇന്ന് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. കുറച്ച് സമയം ഉള്ളത് കൊണ്ട് നമ്മള് അല്ലേ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ നമ്മള് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ വന്നത് നമ്മള് ലവ് മാരേജ് ആണോ എന്നാണ്. ലവ് മാരേജോ അറേഞ്ച് മാരേജോ ചോദിച്ചിട്ട് കുറെ പിന്നെ വന്നത് നമ്മളെ ഏജ് ഡിഫറൻസും അല്ലെ, എത്ര വയസ്സായി പിന്നെ UK കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കേ, എന്താ അപ്പോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, നമ്മളെ നാട്ടിലെവിടെയാണ്? നമ്മളെ നാട്ടിലെവിടെയാണ്? നമ്മൾ രണ്ടാളും കോഴിക്കോടാണ്. നമ്മൾ രണ്ടാളും കോഴിക്കോടാണ്. ഞാൻ നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ കോഴിക്കോട് ചേവായൂർ. ചേവായൂരാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ചേവായൂർ. യെസ്. പിന്നെ നമ്മളെ വീട്ടില് ആരൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്കൊരു അനിയനാണ് ഉള്ളത്. ഉമ്മപ്പ അനിയന്, വീട്ടിൽ ഉമ്മച്ചിണ്ട്, ഒരു മുത്തപ്പ ഉണ്ട്. അപ്പൊ അത് ഒരൊക്കെയാണ് എന്റെ വീട്ടിലുള്ളത്. എന്റെ വീട്ടില് ഉപ്പ ഉമ്മ, എനിക്ക് 2 താത്തമാരാണ്, പിന്നെ അവരുടെ ഹസ്ബൻഡ്സ്, പിന്നെ ടോട്ടൽ അവർക്ക് 2 പേർക്കും കൂടി 5 മക്കളും. ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ചോദിച്ചേക്കുന്ന ഇനി ഒരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാല് യുവർ ക്വാളിഫിക്കേഷൻ. രണ്ടാളെയും ക്വാളിഫിക്കേഷൻ. അപ്പൊ ഞാന് BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസ്റ്റ് ആണ്. ഡിഗ്രി ഇവള് BSc MLT. ഞാൻ പിന്നെ ഒരു MSc കൂടെ ചെയ്തു ഇവിടെ. പിന്നെ ഇവിടെ UK ഒരു MSc ഉണ്ട്. UK സ്റ്റുഡന്റ് വിസയിലാണ് ഞങ്ങള് വന്നത്. പബ്ലിക് ഹെൽത്ത് അല്ലേ, MSc ചെയ്തു. MSc പബ്ലിക് ഹെൽത്തും. എനിക്ക് ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കാലധികം ഈ ക്വസ്റ്റ്യൻ ആട്ടോ, ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്. അപ്പോ ഞങ്ങളെ മാരേജ് അറേഞ്ച് മാരേജ് ആണ്. അറേഞ്ച് മാരേജ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത മാരേജ് ആണ്. ഞങ്ങളുടെ പക്ക അറേഞ്ച് മാരേജ്. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റൂല കേട്ടോ. ഞങ്ങളത് ലവ് മാരേജ് ആണ്. പ്രണയിച്ചു കല്യാണം കഴിച്ചതാണ് അങ്ങനെ പറയാം. അപ്പൊ നമ്മളത് ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആണ്. യെസ്. എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കും ഇക്കാക്കും UK എന്താണ് ജോബ്? എത്ര ഇയർ ആയി അവിടെ സെറ്റിൽഡ് ആയിട്ട്? എന്ന് പറയാനൊന്നുമില്ല. ഞങ്ങള് ജസ്റ്റ് വന്നിട്ട് ഒരു 1.5 ഇയർ ആയിട്ടുള്ളൂ. UK എത്തിയിട്ട് ഒരു 1.5 കൊല്ലം അല്ലെ, 1.5 കൊല്ലം കഴിഞ്ഞു. 1.5 കൊല്ലം കഴിഞ്ഞു. അപ്പോ ജോബ് എന്താ വെച്ചാൽ നമ്മള് കുറെ ജോബ് എടുത്തിട്ടുണ്ട്. UK വന്ന ടൈം സ്റ്റുഡന്റ് വിസയിലാണ് നമ്മൾ വന്നത്. അപ്പൊ വന്നത് മുതൽ കുറെ ജോബ് ഇങ്ങനെ മാറി മാറി ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, വെയർ ഹൗസ് ചെയ്തിട്ടുണ്ട്, പിന്നെന്താ കഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ജോബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയില് അഡ്വർടൈസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റില്. ഞാനിപ്പോ കറന്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോ വെറുതെ ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം അല്ലേ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഞാൻ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ കുറച്ച് മുന്നേ ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതാട്ടോ, റെസ്റ്റോറൻറ്റ്സ് കഫേ മോഡലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ കഫേലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കറന്റ് നമ്മള് ലൊക്കേഷൻ ഒക്കെ മാറിയോണ്ട് പുതിയ ജോബ് ഇങ്ങനെ ട്രൈ ചെയ്യാണ്. അപ്പൊ ഇപ്പം ഞാനിപ്പോ ഒന്നുമേ ചെയ്യുന്നില്ല.
വെരി ഫ്രീയാ ഇപ്പൊ. ഭാഗ്യവതി. പിന്നെ വേർ ആർ യു ഇൻ UK? നമ്മൾ UK എവിടെയാണ്? നമ്മൾ ആദ്യം വന്ന സമയത്ത് നമ്മൾ നോർത്താംപ്ടൺ ആയിരുന്നു. എന്റെ യൂണിവേഴ്സിറ്റി നോർത്താംപ്ടൺ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ലണ്ടനിലേക്ക് മാറി. പിന്നെ ഒരു വർഷം ലണ്ടനിൽ നിന്നു. ഇപ്പൊ ഒരു 2-3 മാസം മുന്നേ നമ്മൾ ബർമിംഗ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, നമ്മൾ യുകെയിൽ ബർമിംഗ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ബർമിംഗ്ഹാമിലുള്ളത്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് ആട്ടോ. പിന്നെ ഹായ് സുഖല്ലേ? സുഖം അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങള് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ ഹാപ്പിയാണ് കേട്ടോ. എന്താ ഹാപ്പി അല്ലേ? പിന്നെ ഒരാള് ചോദിച്ചിരിക്കുന്നത്, എന്റെ ഹസ്ബൻഡ് UK-യിലാണ്, ഹസ്ബൻഡിന് ഗിഫ്റ്റ് എങ്ങനെയാ സെൻഡ് ചെയ്യാന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. നാട്ടിൽ നിന്ന് UK-യിലേക്കാ ആയിരിക്കും. ഹസ്ബൻഡ് UK-യിലല്ലേ? നാട്ടിൽ നിന്ന് UK-യിലേക്ക് ഓപ്ഷൻസ് ശരിക്കും കുറച്ച് കുറവാണല്ലേ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇന്ത്യൻ പോസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ പോസ്റ്റ് നമ്മളെ പോസ്റ്റ് ഓഫീസില്ലേ, അത് വഴി നമുക്ക് UK-യിലേക്കൊക്കെ പാർസൽ അയക്കാം. വലിയ വെയിറ്റ് ഇല്ലാത്തതൊക്കെ സുഖമായിട്ട് അയക്കാൻ പറ്റും. ടൈമൊന്നും നമുക്ക് അറിയില്ല. നമ്മള് പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് കൊറിയർ ഏജൻസി ത്രൂ ആണ് ചെയ്തത്. പക്ഷെ അതൊക്കെ ചിലതൊക്കെ പണി കിട്ടോ. നമ്മൾ ഇത് കൊറിയർ അയക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്, അല്ലെങ്കിൽ നല്ല പണി കിട്ടുന്ന സർവീസ് ഇത് കുറച്ചെണ്ണൊക്കെ ഉണ്ട് അല്ലേ, അയക്കാൻ പറ്റും. പിന്നെ കുറച്ച് ആൾക്കാർ ക്യൂട്ട് കപ്പിൾസ് എന്നൊക്കെ പറയുന്നത്. കപ്പിൾസാ? താങ്ക് യു ഗൈസ്. കറണ്ട് വെയിറ്റ് നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോ നമ്മള് രണ്ടുപേരും നല്ലോണം സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. തടിയന്മാരെന്നല്ല, തടിച്ചും തടിയനും അല്ല, പക്ഷെ നമ്മള് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. മെലിഞ്ഞിട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോ അതിലും കൂടുതലും മെലിഞ്ഞു കേട്ടോ. കാരണം UK-യിൽ വരുന്നവർക്കൊക്കെ മനസ്സിലാവും. കാരണം ഇവിടെ എത്തിയാൽ നമ്മൾ എന്തായാലും നല്ലോണം മെലിയും. കാരണം നമ്മുടെ അല്ല ഭൂരിപക്ഷം വരും മെലിയാ ചെയ്യുക. കാരണം നാട്ടിൽ നിന്നുള്ള ഫുഡില്ല, 3 നേരമുള്ള ഫുഡില്ല, പിന്നെ വണ്ടിയില്ല. നമ്മള് കൊറേ നമ്മള് കൊറേ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നടക്കാൻ തുടങ്ങിയത്. ഞാനൊന്നും ജീവിതത്തിൽ അല്ലെങ്കിൽ നടക്കാൻ ഇഷ്ടമില്ല, നടക്കുകയില്ല. ഒരു ഇച്ചിരി ദൂരാണെങ്കിൽ വരെ ഞാനിപ്പോ ആരും ഇല്ലെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ചു പോകും, അല്ലെങ്കിൽ ബസ് കയറി പോകും. കിലോമീറ്റർ ഒക്കെ പുഷ്പം പോലെ നടക്കും. ഗതികേട് കൊണ്ട് നമ്മൾ നടന്നു പോവും. അങ്ങനൊക്കെ. ഞാൻ 68 kg ആണ്. ഇപ്പൊ 68 ഉണ്ട്. 58 ആണ് നമ്മള്. 68 എന്ന് വെച്ചാൽ ഓവർ വെയിറ്റ് ആടായി. 62 ആണ്. 62. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ബൂട്ട്സ് കയറിയപ്പോ ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ വെയിറ്റ് കാണിച്ചത് 44 അല്ലേ? 44. ഞാൻ 53 വരെ പോയിട്ടുണ്ട്. ഓർമ്മയില്ല സമയം. 53 വരെ പോയിട്ടുണ്ട്. മുമ്പ് ഞാൻ അങ്ങോട്ട് ടെൻഷനായി പോയിട്ടുണ്ട് ആ സമയത്ത്. സത്യം നല്ല ടെൻഷനായ ഒരു സമയം ഉണ്ടായിരുന്നു. 53 വരെ ഞാൻ പോയിണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ മുന്നൊക്കെ ഏകദേശം ഞാനൊരു 47, അതാ എൻ്റെ ഒരു ആവറേജ് വെയിറ്റ്. ഞാൻ ഒരു 47 ഉണ്ടാവല്. നിങ്ങൾ എപ്പോഴാ നാട്ടിലേക്ക് വരുന്നത്? വന്നാ കണ്ണൂർക്ക് വരുമോ കാണാനായിരുന്നു? ഇൻഷാല്ലാ അല്ലേ? നമ്മളെന്തായാലും കണ്ണൂർക്ക് വരും. നമ്മള് കണ്ണൂരും കാസർഗോഡും കോഴിക്കോട് മലപ്പുറം ഒക്കെ എന്തായാലും നമ്മള് വരും. അല്ല നമ്മളെല്ലാരും എല്ലാരും ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ്. നമ്മള് എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ എന്തായാലും നമ്മൾ വരുന്നതാണല്ലേ. കുഴപ്പമില്ല, നമ്മള് ഹാപ്പിയാ. ഹലോ ഡിയേഴ്സ്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ? അതാ ഇപ്പൊ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമ്മൾ ആക്റ്റീവ് അല്ല. ഇപ്പൊ ഇനി മുതല് ഇൻഷാല്ലാ നമ്മള് ആക്റ്റീവ് ആവും നമ്മള് വിചാരിക്കുന്നു, ശ്രമിക്കും. അപ്പൊ ഇതാട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ ശ്രമിക്കുന്നതാണ്. കാല് വരണം. ഇനി യു ഗൈസ് വോണ്ട് ഫൈറ്റ്. നമ്മൾ അടി ഉണ്ടാക്കലുണ്ട്. നമ്മള് ഡെയിലി അടി ഉണ്ടാക്കൂല. അങ്ങനെ അല്ല, നമ്മൾ അടി ഉണ്ടാക്കലില്ല. നമ്മൾ അടി നമുക്കറിയേ ഇല്ല.
മോശല്ലേ? ഭയങ്കര മോശമുള്ള പരിപാടിയല്ലേ, നമുക്ക് അടി ഉണ്ടോന്ന് അറിയത്തേയില്ല. നമ്മള് എല്ലാ മണിക്കൂറിലും ഉണ്ടാക്കൂല, നമ്മളെല്ലാ ദിവസവും ഉണ്ടാക്കൂലേ. നമ്മളെല്ലാ ദിവസവും അടി ഉണ്ടാക്കും. അടി ഉണ്ടാക്കിയില്ലെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നം ഉണ്ട് അല്ലേ? പക്ഷെ ഞങ്ങളെ പോലെ അടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും എന്തോ പ്രശ്നമുണ്ട്. ഞങ്ങൾ നല്ലോണം ഭയങ്കരമായിട്ട് നല്ലോണം നമ്മള് എപ്പോഴും ഫൈറ്റ് തന്നെ അല്ലെ? നമ്മള് ഭയങ്കരമായിട്ട് ഫൈറ്റ് ഒന്നും അല്ല, ഇപ്പോഴും ഇല്ല. ഡെയിലി ഉള്ളു അല്ലേ? ഡെയിലി ഉണ്ട്. അല്ല നമ്മള് ചില ദിവസമൊക്കെ 2 ദിവസമൊക്കെ നമ്മൾ അടുപ്പിച്ച് അടി ഉണ്ടാക്കാണ്ടുണ്ട് അല്ലേ? അല്ലേ നമുക്ക് ഓർമ്മയില്ല? ഉണ്ട് 2 ദിവസമൊക്കെ നമ്മൾ അടി ഉണ്ടാക്കാണ്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പോയിട്ടില്ല. നമ്മള് നല്ലോണം അടി ഉണ്ടാക്കും കഴിച്ചു. പക്ഷെ നമ്മള് രണ്ട് ദിശയില് പോകുന്നവരാ. ഇവക്ക് പറ്റുന്നത് എനിക്ക് പറ്റൂല, എനിക്ക് പറ്റുന്നത് ഇവക്കും പറ്റൂല. അത് നമ്മള് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആണ്. രണ്ടുപേരും അങ്ങനത്തെ ക്യാരക്ടേഴ്സാ. അപ്പൊ നമ്മൾ നല്ലോണം അടി ഉണ്ടാക്കലുണ്ട് അല്ലെ? നല്ലോണം അടി ഉണ്ടാക്കും. പക്ഷെ നമ്മളെ അടിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിറ്റേത്തെ ദിവസം നമുക്ക് ഇല്ലേ, പിറ്റേത്തെ ദിവസം നമ്മള് അതിന്റെ തലേന്ന് എന്താണോ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിക്ക് പിറ്റേന്നത്തേക്ക് വെക്കൂലെന്നല്ല, ചില കാര്യങ്ങളൊക്കെ വെക്കും. അങ്ങനല്ല, അടി തീർന്നു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടുണ്ടാവൂല അല്ലേ? പക്ഷെ ആ സമയത്ത് വല്ലാത്ത അടിയാണെങ്കിൽ ആ സമയത്ത് വല്ലാത്ത ഒരു കഷ്ടപ്പാടായിരിക്കും. നല്ല അടി ഉണ്ടാകും ഗൈസ്. ഒരിക്കലും നിങ്ങള് നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മള് ഒരിക്കലും അടി ഉണ്ടാക്കാത്തവരാണ്, ഫുൾ ടൈം അങ്ങനെയാണെന്നൊന്നുമില്ല. നമ്മൾ അങ്ങനെയാണ്, പക്ഷെ നമ്മള് നല്ല അടി ഉണ്ടാക്കുകയും ചെയ്യും. അടി ഉണ്ടാക്കാത്തതായിട്ട് ആരും ഉണ്ടാവൂല. പിന്നെ ആ അടിനെ നമ്മള് ഓവർകം ചെയ്യാന്നേ ഉള്ളൂ അല്ലേ കിട്ടും. പിന്നെ എന്റെ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്കിന്റെ ഇതിന്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ് എന്ന് അങ്ങനെ എനിക്ക് എല്ലാം ഇഷ്ടം. എന്റെ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എന്റെ എല്ലാ ഷെയ്ഡും ഏകദേശം ഒരേ ഷെയ്ഡ് തന്നെ വരുന്നത്. അപ്പൊ ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. പിന്നെന്താ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ അടി ഉണ്ടാക്കലുണ്ടോ? ഉണ്ടാക്കിയാൽ ആരാണ് ആദ്യം നന്നാവുക? അത് നേരത്തെ പറഞ്ഞു. അടി ഉണ്ടാക്കലുണ്ട്, പക്ഷെ അടി ഉണ്ടാക്കിയാല് ആരാ നന്നാവുക പറയാം. ഞാൻ സ്വപ്നത്തില് അടി ഉണ്ടാക്കുമ്പോ ഒരിക്കലും ലേഡീസ് മീൻസ് വൈഫുമാര് നന്നാവൂല. അതൊരു പ്രകൃതി സത്യമാണ്. അത് നമ്മളെ ഹസ്ബൻഡ്സ് ആണ് ആദ്യം നന്നാവേണ്ടത്. മീൻസ് നമ്മളാണ് അതിന് എഫേർട്ട് എടുക്കേണ്ടത്. ഇവർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല നമ്മളോട് തെറ്റിക്കണേനും. പ്രശ്നം നല്ലോണം ഉണ്ട്, പക്ഷെ നമുക്കത് അങ്ങോട്ട് പോയി കാര്യം മിണ്ടാനും ഭയങ്കര എനിക്ക് പണിയാണ്. ഇവളെ കോംപ്രമൈസ് ചെയ്യൂല. ഞാനാണ് പാവം, ഞാനാണ് എല്ലാം. ഈ പാവം ചെയ്യുന്നതിനാണ് ഞാൻ അടി ഉണ്ടാക്കുക. അപ്പൊ പിന്നെ ഞാൻ പോയി കാര്യം നന്നാവേണ്ട ആവശ്യമുണ്ടോ? ഈ ചെയ്യുന്നതിനല്ലേ ഞാൻ അടി ഉണ്ടാക്കല്, പിന്നെ ഞാൻ എന്തിനാ നന്നാവണോ? ഓക്കെ, അതാണ് ഞാനാണ് കോംപ്രമൈസ് ചെയ്യാം. കോംപ്രമൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡു യു ഷേവ് യുവർ ഫേസ്? ഇഫ് സോ ഹൗസ് ദ റിസൾട്ട്? ഞാൻ ഫേസ് ഷേവ് ചെയ്യുന്നുണ്ട്. ഷേവ് ചെയ്യില്ല, നമ്മളെ എന്തായാലും ചെയ്യല്ലോ. ഞാൻ മറ്റേ റേസർ വെച്ചിട്ട് ചെയ്യും അല്ലെ. എവിടെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന്റെ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ചെയ്യും. കാരണം അത് നല്ലൊരു പരിപാടിയല്ലേ, എനിക്കിഷ്ടം. നല്ലൊരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയെല്ലാം നല്ല ഗ്ലോ ഉണ്ടാവും. ഗ്ലോ ഭയങ്കരമായിട്ട് കൂടുന്നല്ല, ആ സംഭവം നമ്മൾ ആ ഫേസിൽ ആ ഹെയർസ് പോകുമ്പോൾ ചെറിയൊരു ഗ്ലോ വരുമല്ലോ, അതുണ്ടാവും. നല്ല സംഭവമാണ്. ഫേസ് ക്ലീൻ ആവും നല്ലോണം. പിന്നെ ദുബായ് വല്ലതും വരുമോ ഒന്ന് മീറ്റ് ചെയ്യാറുന്നു പറഞ്ഞിട്ട്. ഭയങ്കര ആഗ്രഹമാണ് ദുബായിലുള്ള കേരള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യണം. നമ്മള് ബേസിക്കലി നമ്മള് 2 പേരും ഫുഡീസ് ആണ്. നമ്മൾ എന്തായാലും എല്ലാ സ്ഥലത്തും ഫുഡാണ് ആദ്യം ട്രൈ ചെയ്യുക. നമുക്ക് സ്ഥലം കാണണം, നമുക്ക് അത്ര സ്ഥലം കാണണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോകണമെന്ന് നിർബന്ധം. പക്ഷെ അവിടുത്തെ ഫുഡ് കഴിക്കണേ നമുക്ക് നിർബന്ധം. ഞാൻ കഴിക്കൂട്ടോ, ഞാൻ എൻ്റെ അടുത്ത് കഴിക്കുമ്പോൾ കഴിക്കൂല, അവള് ട്രൈ ചെയ്യൂല. നമുക്ക് ആകെ ഒരു ബിരിയാണി മാത്രം മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫേവറേറ്റ് ഫുഡ് ഏതാന്ന്? എന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? എന്റെ ഏതാ?
എന്റെ ബിരിയാണി കേട്ടോ, സത്യം പറയാം. ചിക്കൻ ബിരിയാണി. എനിക്ക് ചിക്കൻ ബിരിയാണി, വേറെ ബിരിയാണീസ് ഒന്നുമല്ല, എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ എവിടെ പോവാണെങ്കിലും ഫസ്റ്റ് ഞാൻ കഴിച്ചു നോക്കൂലേ അവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും കഴിക്കും. എനിക്ക് എവിടെ പോയാലും എനിക്ക് കഴിക്കാം. അതിപ്പോ എന്റെ അതന്നെ എന്റെ ആർക്കാണെങ്കിലും അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം. എവിടെ പോയി കഴിഞ്ഞാല് എനിക്ക് എന്താന്ന് നോക്കിയാൽ ആരും വേണമെങ്കിൽ കണ്ണും പൂട്ടി ഓർഡർ ചെയ്യും, ബിരിയാണി മതി വെക്കുന്നു പറഞ്ഞിട്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ബിരിയാണി. എനിക്ക് എന്താ ഇഷ്ടം? എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അതാ ഏറ്റവും ഇഷ്ടം എനിക്ക് ബീഫ് ബിരിയാണി ഒക്കെ ഇഷ്ടം. എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം സദ്യയാണ്. ഞാൻ എല്ലാം കഴിക്കട്ടോ, സദ്യ. ഞാൻ എനിക്ക് ചോറും പച്ചക്കറി ഉണ്ടാക്കി തരും. അതൊന്നും ഉണ്ടാക്കി തരായിട്ടല്ലോ, ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചത്. സദ്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് സദ്യ. പിന്നെന്താ ബിരിയാണിയാ? എനിക്കിപ്പോ മറ്റേ ബീഫ് ബിരിയാണി ഉണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടം. ബീഫും പത്തിരിയും ബീഫ് കറിയും ഇതൊക്കെ ഏറ്റവും ഇഷ്ടം. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പത്തിരിയും കറിയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബിരിയാണി പോലെ തന്നെ. പിന്നെ റെസ്റ്റോറൻറ്റ്സിൽ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ പത്തിരിയും കോഴിക്കറിയും ഒന്നും കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് വീട്ടിലുണ്ടാക്കുന്ന മോഡലിൽ കിട്ടൂല. അപ്പൊ ഞാൻ എന്റെ ഫേവറേറ്റിൽ വരുന്ന ബിരിയാണിയും പത്തിരിയും കോഴിക്കറിയും. നൈസ് പത്തിരിയാണ്, നൈസ് പത്തിരി, നമ്മളെ കോഴിക്കോടൻ നൈസ് പത്തിരി, മലബാർ സ്റ്റൈൽ. പിന്നെന്താണ്? പിന്നെ കൊറേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഏജ് ഡിഫറൻസ് ആൻഡ് ഏജ്. നിങ്ങൾക്ക് നമ്മളെ കണ്ടിട്ട് അല്ലേ, നമ്മളെ കണ്ടില്ല എത്ര തോന്നും, ഞങ്ങളെ കണ്ടിട്ട് എത്ര തോന്നും. അതിന് മാത്രം ഏജ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് ചെറിയ ഒരു 30-35 വയസ്സൊക്കെ, അത്ര ഒന്നുമില്ല. നമുക്ക് അത്ര ഒന്നുമില്ല. നമുക്ക് 30 ആയിട്ടില്ല, നമുക്ക് 20 കഴിഞ്ഞും ചെയ്തു. അപ്പൊ നമ്മളെ ഏജ് ഡിഫറൻസ് എന്ന് പറയുമ്പോ നമ്മൾ തമ്മില് ഏജ് ഡിഫറൻസ് ഇല്ല. നമ്മൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഇല്ല. പിന്നെ ഏജ് എന്ന് പറയുന്നത് എനിക്ക് എത്ര ഏജാ? അല്ല എനിക്ക് എത്ര ഏജാ? എനിക്ക് 24. ഇപ്പോ ഈ ചിഹ്നത്തിൽ വേണേ 24. എനിക്ക് എന്റെ ഏജ് 28 ആണ്. അപ്പൊ എനിക്ക് ഏജ് ഡിഫറൻസ് ഇല്ല, എനിക്ക് 24 അല്ലേ. അപ്പൊ എന്റെ 28 ഓന് 24 ആട്ടോ ഏജ്. നമ്മൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല. എനിക്ക് 28 ഓന് 24. അതാണ് നമ്മളെ ഏജ് വരുന്നത്. ഇത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടോ നമ്മളെ ഏജ്, നമ്മളെ ഏജ് അറിയാനിട്ട് കുറെ ആൾക്കാർക്ക് ഇതുണ്ട്. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏജ് ഡിഫറൻസും. അപ്പൊ നമ്മൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഇല്ല. നമുക്ക് 28. നമ്മള് 90s കിഡ്സ് ആട്ടോ, 90 കിഡ്സ്. തന്തവൈബാണ് ഇപ്പൊ. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എവിടെന്നാ കണ്ടേ? കണ്ടതാ നമ്മളെവിടുന്നാ ഫസ്റ്റ് മീറ്റ് ആക്കിയെന്ന്? നമ്മൾ ഫസ്റ്റ് മീറ്റ് ആക്കിയത് കോഴിക്കോട് ഫോക്കസ് മാൾ നിന്നാണ്. അന്നൊക്കെ ഫോക്കസ് മാൾ ആയിരുന്നു അല്ലേ. കോഴിക്കോട് ഫോക്കസ് മാൾ ആട്ടോ നമ്മള് മീറ്റ് ചെയ്യുന്നത്. ഫോക്കസ് മാളിന് എവിടുന്നാ പറ ഫോക്കസ് മാൾ നമ്മൾ എവിടുന്നാ? ഫോക്കസ് മാളിന് ട്രെൻഡ്സിൽ ഞാൻ ജീവിതത്തിൽ ഫോക്കസ് മാളിൽ മാക്സ്. നമ്മള് പിന്നെ എന്റെ ക്വാളിഫിക്കേഷന് ഞാൻ നാട്ടിൽ എവിടെയാ പഠിച്ചതെന്ന് അതന്നെ ഞാൻ കോഴിക്കോട് ഞാൻ കണ്ണൂര് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പരിയാരത്താണ് ഞാൻ പഠിച്ചത്. അപ്പൊ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് സെന്റ് ജോസഫ് ദേവഗിരി, കോഴിക്കോട് ദേവഗിരി കോളേജ്. ഹാപ്പി മാരീഡ് ലൈഫിന് സജസ്റ്റ് ചെയ്യുമെന്ന്. നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്യാനാണ്? ഹാപ്പി മാരീഡ് ലൈഫിന് എന്താ സജഷൻ? വൈഫ് പറയുന്നത് കേൾക്കുക, അത്ര തന്നെ ഉള്ളൂ. എത്ര വലിയ ആൾക്കാർ പറയുന്നുണ്ട് ആ കാര്യം. നിങ്ങൾക്ക് ഹാപ്പി മാരീഡ് ലൈഫ് വേണോ? വൈഫിന്റെ കൂടെ ഹാപ്പി മാരീഡ് ലൈഫ് വേണോ? പിന്നെ ആരുടെ കൂടെ ഹാപ്പി മാരീഡ് ലൈഫ്? വൈഫ് പറയണ കേൾക്കണം. അപ്പൊ വൈഫ് പറയണ കേൾക്കണം അല്ലേ? വൈഫ് പറയണ കേൾക്കുക. ഇവരെ ഒരിക്കലും എന്താ പറയാ, ഒരിക്കലും ഇവരോട് നോ പറയരുത്, അതേ ഉള്ളൂ.
ഒരിക്കലും ഇവരോട് നോ പറയാണ്ടെന്നാ മതി, ഒരു സക്സസ്ഫുൾ ഹാപ്പി മാരീഡ് ലൈഫ് കിട്ടും. അതിന് പറ്റാത്തതാണ് പല പ്രശ്നങ്ങളും. ഹാപ്പി മാരീഡ് ലൈഫ് വേണമെങ്കിൽ വൈഫ് പറയുന്നത് കേൾക്കാം അല്ലെ, വൈഫിനെ വിഷമിപ്പിക്കാതിരിക്കുക, വൈഫ് പറയുന്നത് കേൾക്കാം. വൈഫാണ് ഇവിടെ നിക്കുന്നത്, ഹസ്ബൻഡ് ഇവിടെയാ നിക്കുന്നത്. എന്തായ ഇവിടെയാ പറ, വൈഫ് ഇവിടെ നിൽക്കും, ഹസ്ബൻഡ് ഇങ്ങനെ ഇവിടെ നിൽക്കും. പക്ഷെ എങ്ങനെ നിക്കുന്നതല്ലോ അത്. പക്ഷെ ഒരു ഇല്ലേ കുറച്ച് കൺസിഡറേഷൻ കൂടുതൽ വൈഫിന് കൊടുക്കാനുള്ളത്. ഇത് വെറുതെ പറഞ്ഞാട്ടോ. പക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിനും കുറച്ച് കൺസിഡറേഷൻ കൂടുതൽ വൈഫിന് കൊടുക്കുക. അതാണ് എപ്പോഴും നല്ലത് അല്ലെ. അതാണ് ഒരു ഹാപ്പി മാരീഡ് ലൈഫിന് ഏറ്റവും ബെസ്റ്റ് കാര്യം. എത്ര ഇയർ ആയി മാരേജ് കഴിഞ്ഞിട്ട്? നമ്മൾ ഏകദേശം ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. ഇനി അടുത്ത നമ്മളെ ആനിവേഴ്സറി വരുന്നത് നമ്മൾ ഫെബ്രുവരിയിലാണ്, 4ാമത്തെ ആനിവേഴ്സറി. സഹിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടോ. പിന്നെന്താ താത്താൻ പറ്റില്ല, അപ്പൊ എന്റെ തല പോയി പോലെ. ഞാൻ കുളത്തിയൊന്നല്ല, എന്റെ ഹൈറ്റിന് ഞാൻ ഉണ്ട്. എനിക്ക് ഹൈറ്റ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ എനിക്ക് എന്തിനാ? കണ്ടാ മതി. ഇനിയുള്ളത് ബേബി പ്ലാൻ. എന്താ എന്റെ ബേബി പ്ലാൻ? എന്റെ ബേബി പ്ലാൻ എന്താ? ബേബി പ്ലാൻ ആണ്. എന്താ എന്റെ ബേബി പ്ലാൻ? ബേബി പ്ലാനാ? ബേബി പ്ലാനിങ് എന്താണ്? നമ്മളെ ബേബി പ്ലാനിങ് എന്താ? നമുക്ക് അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ പ്ലാനിങ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ രണ്ടാളും ഉള്ളത് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിച്ചു പോകുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ അങ്ങോട്ട് ടൈം ഇല്ല. നമ്മളെ നോക്കാൻ തന്നെ ടൈം ഇല്ല. അതിന്റെ ഉള്ളിൽ കൂടി ഒരു ബേബിനും കൂടി നോക്കാനുള്ള ടൈം നമുക്ക് ആയിട്ടില്ല അല്ലെ. നിങ്ങൾ അടി ഉണ്ടാക്കലുണ്ടോ? എന്തിനാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കല്? ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന റീസൺ എനിക്ക് എന്റെ സ്വഭാവം ഇഷ്ടമല്ല, അതുകൊണ്ടാ. എനിക്ക് ഇവിടെ സ്വഭാവം ഇഷ്ടമല്ല, അതാണ് റീസൺ. നമുക്ക് ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ല. എന്തിനാ അടി ഉണ്ടാക്കല്? ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന നമ്മൾ അടി ഉണ്ടാക്കല് ഷോപ്പിങ്ങിന്റെ പേരിലാണ്. ഇവള് ഷോപ്പ് ചെയ്യണതിന്റെ പേരിലാണ് നമ്മളല്ലേ അധികം അടി ഉണ്ടാക്കിയത്. അങ്ങനൊന്നുമില്ല, ഞാൻ അതിന് മാത്രം ഷോപ്പ് ചെയ്യലൊന്നുമില്ല. അങ്ങനൊന്നുമല്ല. ഉണ്ടാക്കിണ്ടെങ്കിൽ കൂടുതലായിട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കല് ഞാനല്ലേ, ഇയല്ലല്ലോ. അപ്പൊ ഈ എങ്ങനെ ഷോപ്പിങ്ങിന് അടി ഉണ്ടാക്കല? ഞാൻ ഇവളോട് ഷോപ്പിങ്ങിന് എന്തിനാ ഷോപ്പ് ചെയ്തെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്താ വാങ്ങിയതെന്ന് ചോദിച്ചാൽ വരെ മതി, അത് റെഡിയായി. എന്താ വാങ്ങിയതെന്ന് മാത്രം ചോദിച്ചാൽ മതി. ഈ സത്യം പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം. ഷോപ്പിങ്ങിന് എന്നുള്ളതല്ല, നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ചെയ്യുന്ന മാതിരി ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നോട് ചോദിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിനായിരിക്കും മിക്കവാറും അടി ഉണ്ടാക്കല് അല്ലേ? അറിയൂല ഗൈസ്. പിന്നെ UK ആണോ നാടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് UK അല്ല, എനിക്ക് നാടാ ഇഷ്ടം. എനിക്ക് കോഴിക്കോടോ അല്ലെങ്കിൽ കേരളോ? നാട് കോഴിക്കോട്. അല്ല, ഏതാ ഇഷ്ടം? കേരളാണോ ഇഷ്ടം? കോഴിക്കോടാ ഇഷ്ടം? എനിക്ക് നാടാ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഇവിടെ ഇഷ്ടമില്ല. എനിക്ക് ഇവിടെ ഇഷ്ടാട്ടോ. എനിക്ക് UK നല്ല രസാ. എനിക്ക് നാടും ഇഷ്ടം, എനിക്ക് നാടും ഇഷ്ടം, ഇവിടെയും ഇഷ്ടം. മതി പറഞ്ഞത്. എനിക്ക് രണ്ടും ഇഷ്ടമില്ല. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. നാടും ഇഷ്ടമാണ്, UK ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ ക്വസ്റ്റ്യനോ? എന്റെ ഹസ്ബൻഡില് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന്, എന്തുകൊണ്ടാണ് എനിക്ക് അവനെ ഇഷ്ടമായത്, എന്തായാലും എന്താ ഇഷ്ടപ്പെട്ടത്? എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അവനെ ഇഷ്ടമില്ല. എന്റെ കൂടെ ജീവിക്കുക ഇവനില്ലാണ്ട് എനിക്ക് പറ്റൂല. പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമില്ല. എനിക്ക് അവനെ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ വേണ്ടല്ലേ, എനിക്ക് അവനെ ഇഷ്ടമില്ല. പക്ഷെ ഇല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റൂല. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പാവം കുട്ടി. ഞാൻ പാവല്ലേ? ഉറങ്ങുമ്പോ പാവാണ്.
എനിക്ക് എന്റെ ഇഷ്ടമുള്ള സാധനം എന്താണെന്നറിയോ? എന്താ പറ? എനിക്കറിയില്ല, എനിക്ക് എന്താ ഇഷ്ടം എനിക്കറിയാം. പറയും എനിക്ക് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്താലും ക്ഷമിക്കും. ഞാനിപ്പോ നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി ചിലപ്പം ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ഞാനാണെങ്കിലും ഇവൻ ക്ഷമിക്കും. പക്ഷെ ഞാൻ ക്ഷമിക്കൂല അല്ലേ? ഞാൻ ക്ഷമിക്കൂല. ഞാൻ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കുന്ന ആളൊന്നുമല്ല. ഞാൻ അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നില്ല. ഞാൻ എനിക്ക് മാത്രമേ ക്ഷമിച്ചു കൊടുത്തുള്ളൂ. അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ നിക്കുന്നേ. ഞാൻ ഓരോ കാര്യത്തിന് എനിക്ക് ക്ഷമിച്ചിരുന്നെങ്കിൽ കൊണ്ടല്ലേ. വരാതെ ഭയങ്കരമായിട്ട് സഹിക്കും. എനിക്ക് അത് എന്തെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്വാളിറ്റിയാണ്. എനിക്ക് അങ്ങനെ വേറെ ഒരാൾ ചെയ്യുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സഹിക്കും ക്ഷമിക്കും ഒക്കെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കേക്കണം. ഒരാള് ചോദിച്ചതാണ്, ഹസ് ഓർ ഡാഡ്? അതാരാ ചോദിച്ചേ? ചോദിച്ച ആളെ പറയട്ടെ. ഹസ് ഓർ ഡാഡ്? നല്ല ക്വസ്റ്റ്യൻ ഇല്ലേ? അപ്പൊ ചോദിച്ച ആളെ ഞാൻ തുപ്പി കാണിച്ചതാ. അതെ, ആ ആളോട് എനിക്ക് ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കാനുള്ളൂ. മീ ഓർ മോം? ഹസ് ഓർ ഡാഡിന്റെ ആൻസർ പറയും. ആ ഹസ് ഓർ ഡാഡിന്റെ ആൻസർ ആണ് മീ ഓർ മോം. വൈഫ് ഓർ മോം? വൈഫ് ഓർ മോം എന്നെ ചോദിച്ച ആള് അതാണ് പറയേണ്ടത്. അതന്നെ. വൈഫ് ഓർ മോമിന്റെ ഹസ് ഓർ ഡാഡിന്റെ ആൻസർ ആണ് വൈഫ് ഓർ മോം. വൈഫ് ഓർ മോമിന്റെ ആൻസർ ആണ് ഹസ് ഓർ ഡാഡ്. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. പിന്നെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ കുറെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യല്ലേ? സാലി ദ ഫുഡി പേജിലിടുന്ന കുക്കിംഗ് വീഡിയോസ് ഒക്കെ നിങ്ങൾ തന്നെ കുക്ക് ചെയ്യലാണോ? അല്ല ഗൈസ്, ഞാനാ കുക്ക് ചെയ്യല്. കുക്കിംഗ് ഫേസ് ഓഫ് ദ കുക്ക് ഇദ്ദേഹമാണെങ്കിലോ, ഫേസ് ഓഫ് ദ കുക്ക് ഇദ്ദേഹമാണെങ്കിലോ അതിന്റെ ഫുൾ റെസിപ്പിയും അതിന്റെ ബാക്കിൽ കൈ ഞാനുണ്ടാവല്. അല്ലേ? ഞാനുണ്ടാവല്. പിന്നെ ഉള്ളത്, ഐ ലവ് ഓൾ യുവർ ഔട്ട്ഫിറ്റ്സ് ഫ്രം വേർ ഡു യു? അല്ലാണ്ട് എന്റേത് എന്തിട്ടു. ഐ ലവ് ഓൾ യുവർ ഔട്ട്ഫിറ്റ്സ് ഫ്രം വേർ ഡു യു ബൈ യുവർ ക്ലോത്ത്സ്? ഞാൻ ഇവിടുന്ന് അല്ലേ, ഇവിടുന്ന് ഇപ്പം ഏകദേശം H&M എടുക്കലുണ്ട്, സാറ എടുക്കലുണ്ട്, പിന്നെ മെയിൻ ആയിട്ട് ഷീന് അല്ലേ, ഓൺലൈൻ പർച്ചേസ് മെയിൻ ആയിട്ട്. ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുമ്പോ പോയി എടുക്കാന്നല്ലാണ്ട് മെയിൻ ആയിട്ട് ഓൺലൈൻ പർച്ചേസ് മൊത്തം വരുന്ന ഷീന. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്റെ പൈജാമാസ് ഒക്കെ ഞാൻ വാങ്ങിക്കുന്നത് എവിടുന്നാണ്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്റെ പൈജാമാസ് ഞാൻ വീട്ടിൽ നിന്ന് ഇടുന്നത് വാങ്ങിക്കുന്നത് എവിടുന്നാന്നുള്ള. അതും ഞാൻ ഷീന്ന് തന്നെ കേട്ടോ വാങ്ങിക്കല് അല്ലേ. ഞാൻ ഷീന്ന ഫുള്ള് ഓൺലൈനാണ് ഞാൻ വാങ്ങിക്കല്. കുറെ എനിക്ക് അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങനെ എടുത്ത് പറഞ്ഞ. പിന്നെ അങ്ങനല്ലോ, പിന്നെ എനിക്കൊന്ന് മുക്കാൽ ക്വസ്റ്റ്യന് നമ്മൾ ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്, ഏജ് അല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസാ കൂടുതലും. അപ്പം ഇതൊക്കെ അല്ലേ. എന്തുണ്ട് വിശേഷം? സുഖാണോ രണ്ടുപേർക്കും? യാ സുഖം, അൽഹംദുലില്ലാ. സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ ചോദിച്ചു, യുവർ സ്കിൻ കെയർ റുട്ടീൻ. അപ്പൊ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആ സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നേ. ഇനിയും പുതിയ സാധനങ്ങൾ ഇവൻ വാങ്ങിച്ചു തരും, ഞാനത് ചെയ്യും അല്ലേ? ഇല്ലേ? അപ്പൊ അതാ കൊറേ പിന്നെ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് കൊറേ ആൾക്കാര് ഇഷ്ടാണ്, ഇത് കാണാൻ ഇഷ്ടാണ്, സുഖാണോ, അങ്ങനത്തെ കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം, ഇഷ്ടാണെന്നൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. പിന്നെ അപ്പതാ അത്ര തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. വീഡിയോസ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്യാ. നമ്മള് ഇതുപോലെ ഒരു പ്രാവശ്യം നമ്മള് പിന്നെ ചെയ്യുന്നേക്കില്ലേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസിനൊക്കെ ബാക്കിയൊക്കെ നമ്മള് അപ്പൊ നമ്മളെ ഇനി അങ്ങനെ ചെയ്യുന്നേക്കും. അപ്പൊ നമ്മളെ യൂട്യൂബ് വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്.
നമ്മള് സ്ഥിരം വ്ലോഗ് ഇടും അല്ലേ? സ്ഥിരം വ്ലോഗ് ഇല്ലെങ്കിലും നമ്മള് നമ്മള് അല്ലേ നമ്മളെപ്പോഴെങ്കിലൊക്കെ ഇടും. നമ്മൾ എന്തായാലും ഇടും. നമ്മള് വ്ലോഗ് ഇടുന്നതായിരിക്കും. അപ്പൊ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ അത്ര തന്നെ. ബൈ ബൈ.